ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറേ നാളത്തെ അവധിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മളെന്തായാലും ഏതാ ഗെയിം എന്നൊക്കെ മനസ്സിലായോ? യാ, മൈൻക്രാഫ്റ്റാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് അതിപ്പോൾ നമ്മളൊരു കുഴിയുടെ നടുക്ക് പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ വീണിട്ടുണ്ട്. എന്തായാലും പൊക്കത്തോട്ടൊന്ന് കയറാം. മരം വേണം ഗൈസ്. ഏതോ ഒരു കുഴിയിലൊക്കെ വന്ന് സ്പൂണായത്. അയ്യോ, ഗൈസ് പാർക്കോറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് കോളല്ലേ? യാ, ഇപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് കോളെന്ന് പറയുന്നത് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് അറിയാമെന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബ്ലോക്കാണ് ഗെയിം. ഇതിന് ഇവിടെ സർക്കിളിലൊന്നും തന്നെ ഇല്ല. ഇത് ഫുള്ളും ഒരു സ്ക്വയറിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. സ്ക്വയർ പോലൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളിലാണ്. ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത് അലോഡേ അല്ല. പിന്നെ എൻ്റെ കൈ നോക്കണ്ട, ഈ വെട്ടുന്നതിന് മാത്രമേ അത് സർക്കിളില്ല. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കുറേ കട്ടകൾ നമ്മൾ അടുക്കി വെച്ചിരുന്നതിനാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് അടുത്തുള്ള മരം നിങ്ങൾ കട്ട് ചെയ്യണം. എനിക്കൊരു 4 മരം കിട്ടിയോ, അത് വെച്ച് നിങ്ങൾ വേണ്ട ഇങ്ങനെ പ്ലാങ്ക് ഉണ്ടാക്കി കൊടുക്കണം. പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് വടി ഉണ്ടാക്കാം. 4 വടി ഉണ്ടാക്കിയിട്ടുണ്ട്. പന്നിയില്ലേ? അതിനുശേഷം നിങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിൾ താഴെ വയ്ക്കുക, നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് വരും. അത് നിങ്ങൾ ആദ്യമേ പിക്കാക്സ് മാത്രം ഉണ്ടാക്കുക. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പിക്കാക്സ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി നിങ്ങളിപ്പം എനിക്കിപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇവിടെ കുഴിയുണ്ട്. ഈ കുഴിയിൽ വേണ്ട ഇത് ഗ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേർട്ട്. ഇവിടെ കാണുന്നതാണ് സ്റ്റോണ്. ഈ സ്റ്റോൺ കട്ട് ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് തന്നെ. ഗൈസ്, നൈറ്റ് ആകുന്ന പോലെ ഗെയിം തുടങ്ങിയതുള്ളല്ലോ, അതിനുള്ളിൽ നൈറ്റായോ അറിയാൻ മേല. എന്തൊക്കെയായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെത്താം. ഓക്കേ, അങ്ങനെ ചെറിയൊരു നൈറ്റ് ആകുന്നുണ്ട്. നൈറ്റ് ആകുമ്പോൾ പണി കിട്ടുമല്ലോ ഗൈസ്. എന്നാലും പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് വരണം. എൻ്റെ പൊന്നെ, എന്തൊരു ലാഗാണ് ഈ ഗെയിമിൽ ഗൈസ്. ഓക്കെ, നൈറ്റ് ആയി കഴിഞ്ഞാൽ മോബ്സ് സ്പോണാകും. അപ്പോൾ ആ കാര്യം നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുക. മോബ്സ് സ്പോണാകാതെ നോക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ വെട്ടിയെടുക്കുവാണ്. നമുക്കൊരു കുഴി കുത്തി അതിൻ്റെ അകത്തിരിക്കാം. തൽക്കാലത്തേക്ക് ഫസ്റ്റ് ദിവസത്തേക്ക് നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ടിലിരിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ കണ്ട് താഴോട്ട് കുഴിച്ചു പോവാണ്. പൊക്കം മൂടണം, ഇപ്പം വേണ്ട ഗൈസ്. കോൾ എടുക്കാമായിരുന്നു പെട്ടെന്ന് തന്നെ. കോളും എടുത്തില്ല. അപ്പം നമ്മൾ കോളും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല. കോളും കാര്യങ്ങളും എടുക്കണം. നമ്മൾ ചെറിയ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അടച്ചു വെച്ചേക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇരുട്ടായി. നമുക്കിവിടെയൊക്കെ ഇന്ന് നോക്കാം എന്തൊക്കെയുണ്ട്. ചുമ്മാ ഇരുട്ടത്തിരുന്ന് മൈനിങ് ഗൈസ്. ഈ പാറയെല്ലാം നിങ്ങൾ പൊട്ടിച്ചെടുത്തോണം, നിങ്ങൾക്ക് നല്ലോണം ഉപയോഗപ്പെടും. ഇതിൻ്റെ അകത്ത് ഹോസ്റ്റൽ മോബ്സ് അങ്ങനെയുള്ള മോബ്സ് ഒന്നും ഗൈസ്. കൂള് പെട്ടെന്ന് വരണം. ഒറ്റ കോള് മതി, എൻ്റെ കളി തീർന്നു ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻവെൻട്രിയിലെ ഇതിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങൾ ടോർച്ച് ഉണ്ടാക്കുക. ടോർച്ച് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ എവിടെയെങ്കിലും വയ്ക്കുക. കണ്ടോ, ഈ ഒരു ചെറിയ റൂമിലാണ് ഞാൻ ഇരുന്നത്. ഈ വീട്ട് അനാവശ്യമായിട്ട് ടോർച്ച് വെച്ച് കളയരുത്. അത് പിന്നെ വേറൊരു കാര്യം. നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഇത് ഫുള്ളും എടുത്തേക്കാം. എന്നെ പാടാടെ ഇതൊക്കെ കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്കാക്സ് പൊട്ടാം കണക്ക് നിങ്ങൾക്ക് എൻ്റെ ഇൻവെൻട്രിയുടെ താഴെയായിട്ട് ഞാൻ കൈ വെച്ചേക്കുന്നതിൻ്റെ ഇതുണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് സാധനം വേണം എടുക്കാം. ഇത് നമ്മൾ പോക്കറ്റ് ടീഷറാണ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫോണിൽ കളിക്കാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ആ പിക്കാക്സ് പൊട്ടുന്നിടം വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പം ആ ഒരു പിക്കാക്സ് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത പിക്കാക്സ് ഉണ്ടാക്കാം. നിങ്ങൾ കൂടിയ ലെവലൊക്കെ ഉണ്ടാക്കി നല്ല പിക്കാക്സ്, അങ്ങനെ ഡയമണ്ടൊക്കെ വെച്ച് നല്ല കിടുക്കച്ച് പിക്കാക്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പിക്കാക്സൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പൊട്ടിക്കാനും വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പിക്കാക്സ് ഞാൻ പൊട്ടുന്നിടം വരെ ഉപയോഗിക്കുകയാണ്. വെറുതെ നമ്മൾ പിക്കാക്സ് കളയണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഗൈസ്. നമ്മൾ മാക്സിമം നമ്മുടെ ഇത് കോള് കളക്ട് ചെയ്യണം. കോള് നമുക്ക് നല്ലോണം ആവശ്യം വരും.
നമുക്ക് എന്തായാലും കോള് കളക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കട്ടും ചെയ്യുന്നില്ല. വീഡിയോയുടെ അകത്ത് സംസാരിക്കുന്നതും എല്ലാം തന്നെ ഞാൻ ലൈവായിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ എന്തായാലും കോളിങ്ങനെ ഇഷ്ടം പോലെ കിടക്കുന്നു. നമുക്ക് എന്തായാലും കോള് മാക്സിമം എടുത്തേക്കാം. കോള് നല്ലോണം ആവശ്യം വരുന്ന ഒരേ ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ കോള് പൊക്കത്തേതോ മോബ്സൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലോണം പിന്നെ ലാഗടിക്കുന്നുണ്ട് ഫോണിന്. ഓക്കെ, ഇവിടുന്ന് പൊക്കത്തോട്ട് കയറാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. മാക്സിമം കട്ടയും നിങ്ങൾ എടുത്തോണം. കട്ടയല്ല, സ്റ്റോണ്, കോബിൾ സ്റ്റോൺ ആവും. നമ്മൾ ഈ കാണുന്ന സ്റ്റോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുന്നത് കോബിൾ സ്റ്റോൺ ആയിട്ട്. എൻ്റെ ഇൻവെർട്ടറി ഇരിക്കുന്നുണ്ട്. ഈ കോബിൾ സ്റ്റോണെ നമ്മൾ ഒരു സ്മെൽറ്റർ ഉണ്ട്, അതിനകത്ത് വെച്ച് സ്മെൽറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ കിട്ടുന്നത്. എന്തായാലും അത് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഞാൻ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റിയിരിക്കുന്നു ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. നമ്മൾ സ്കിന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ട് ഈ ഒരു പെണ്ണിൻ്റെ സ്കിന്നാണ് നമ്മളിപ്പോൾ കിട്ടാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്കിന്നും കാര്യങ്ങളും കണ്ടുപിടിച്ചിടണം. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്റ്റോണേജിലോട്ടായി. ഇപ്പം നിങ്ങളൊരു ആക്സ് ഉണ്ടാക്കണം. പിന്നെ ഇച്ചിരി ഒരു കമ്പ്. ഓക്കെ, കമ്പും ഈ കോബിൾ സ്റ്റോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റെസിപ്പി ബുക്ക് ഉണ്ടായിരിക്കും. ആ റെസിപ്പി ബുക്ക് നോക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഈ കോളും കുറച്ച് തടിയും വേണം അല്ലേ? തടിയുണ്ട്. നിങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കണം. അത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ലോണം ഉപയോഗപ്പെടും ഒരിതും. പിന്നെ ഒരു ക്യാമ്പ് ഫയർ. ഓക്കെ, കുറച്ച് ടോർച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 11 ടോർച്ച്. ഓക്കെ, പിന്നെ ഇതെന്നതാ? അത്യാവശ്യം നമ്മുടെ നല്ലോണം ഇതും കാര്യങ്ങളും ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഒരു സ്മെൽറ്ററും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യാം. ഞങ്ങൾ ഈ ഡേട്ടും പിന്നെ ഈ തടിയും കോബിൾ സ്റ്റോണും എടുത്ത് മാറ്റി വയ്ക്കാം. ഇതെല്ലാം തിരിച്ചിട്ട് ഗൈസ് നമുക്ക് നേരെ ഇതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കൈ പിടിച്ചാൽ മതി. ടെമ്പററി ബ്ലോക്കായിട്ട് നമുക്ക് ഇത് ഇരുന്നോട്ടെ. ഓക്കെ, പകുതി ടോർച്ച് നമുക്ക് കൈ പിടിക്കാം ഗൈസ്. ഈ പോക്കറ്റ് എഡീഷൻ്റെ അകത്ത് കൈ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊരു മോഡും കാര്യങ്ങളുണ്ട്. ആ മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ പിടിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ടോർച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പറ്റി. ഒരു മിനിറ്റ് ഒച്ച കേട്ടോ. ഓക്കെ, അപ്പം ഇതല്ല എൻ്റെ സൗണ്ട്. നേരെ രൂപയാകണം. നമുക്ക് നേരെ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്, അതിന് വേണ്ടി കിടക്കാം. പിന്നെ സ്റ്റോൺ എക്സ് വെച്ച് നിങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെട്ടുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും. ഇനിയിപ്പം നമ്മുടെ സ്റ്റോണൊക്കെ മൈൻ ചെയ്യുന്ന സ്പീഡ് കൊണ്ടുപോകണം. കണ്ടോ, പട്ടയും നല്ല കിടുക്കാച്ചായിട്ട് കിട്ടും ഗൈസ്. നമുക്ക് എന്നാലും കുറച്ച് സ്റ്റോണും കാര്യങ്ങളും ഒപ്പിച്ച് വെച്ചേക്കാം, ആവശ്യം വരും. ഇവിടുന്ന് നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെക്കാം. ഗൈസ്, നമ്മൾ സ്റ്റെയർ കേസ് കാര്യങ്ങൾ ഉണ്ടാക്കുവാണ്. ഗൈസ്, നമ്മൾ ഏകദേശം വെളിയെത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം. കണ്ണ് കാണാൻ പറ്റി, വേണ്ട. ഓക്കെ ഗൈസ്, ഏകദേശം വെളിയിലേക്ക് ഇറങ്ങാറായിട്ടുണ്ട്. വെളി രാത്രിയാണ്, നമുക്ക് സൂക്ഷിച്ച് നിൽക്കാം. അയ്യോ ഗൈസ്, ഇത് വെച്ചത് മാറിപ്പോയിട്ടുണ്ട്. പൊക്കത്ത് വിടാം ഗൈസ്. നമുക്ക് താഴത്തെ മുറിയിൽ തന്നെ നിന്ന് കുറച്ച് നേരം അവിടെ മൈൻ ചെയ്യാം. അതിനുദ്ദേശിച്ച് നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് മാക്സിമം സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് നല്ലോണം ആവശ്യം വരും ഈ സംഭവം. നമുക്ക് നേരെ സ്റ്റോൺ, എൻ്റെ ഫോണിൽ ലാഗുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് ആ സ്റ്റോൺ അവിടെ തന്നെ വയ്ക്കുന്നത്. എൻ്റെ സൗണ്ട് നല്ലോണം പ്രശ്നമാണ് ഗൈസ്. നിങ്ങൾ കുറേ നാളായില്ല നിങ്ങളെ കണ്ടിട്ട്. കണ്ടൻറ്റുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് അടക്കുന്നു. തൊണ്ടയുടെ സൗണ്ടും പോയി. ഉറപ്പായിട്ടും ഞാൻ അടുത്ത വട്ടം ഇത് ശരിയാക്കുന്നതായിരിക്കും. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് മൈൻ ചെയ്ത് സെറ്റാക്കാം. അപ്പോഴത്തേക്ക് രാവിലെ ആകുമായിരിക്കും എന്ന് തോന്നുന്നത്. അതിന് നോക്കാം. ഓൾറെഡി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തപ്പി. ഏറ്റവും ഒരു വട്ടം ചത്തായിരുന്നു ഗൈസ്. അങ്ങനെയാണ് ഏതാണ്ട് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം.
ഡേ സ്പേഡിൻ്റെ ഇവിടെ നമ്മൾ ചത്ത് കിടക്കുന്ന ദിവസം കാണിക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ ചത്ത് കിടക്കുന്നില്ലല്ലോ, ഒരു ദിവസമായിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിത് വെളിയിൽ രാവിലെ ആയെന്ന് അറിയണമെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇത്രേ ഉള്ളൂ, ആ 1 2 ആവണം എന്നെനിക്ക് മനസ്സിലാവും ഗൈസ്. രാവിലെ ആകുമ്പോഴത്തേക്ക് ആ 1 2 ആവുന്നതായിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് പൊക്കത്തോട്ട് സ്റ്റെയർകേസ് പോലെ ഇങ്ങനെ പണി വയ്ക്കാം. ഗൈസ് നമുക്ക് ഇവിടെ ഒരു ചെറിയ പരിപാടി ചെയ്യാൻ പറ്റും. അതിനാൽ നിങ്ങൾ ആദ്യമേ അവിടെ ഈ ലെവലിൽ തന്നെ ഒന്ന് ഇതാക്കുക. ശേഷം ഇവിടം വെട്ടുക. വെട്ടിയതിന് ശേഷം ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് നേരെ പൊക്കത്തോട്ട് കുഴിക്കുക. ഏകദേശം രാവിലെ വരുന്നുണ്ട്. നിങ്ങളുണ്ട് ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ 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 കുഴിച്ച് പൊക്കത്തോട്ടിടുക. നമുക്ക് നല്ലവണ്ണം വെട്ടം കാര്യങ്ങൾ കാണാൻ പറ്റും. ഗൈസ് പിറ്റേ ദിവസം ആറായിട്ടുണ്ട്. ഗൈസ് ഇതെൻ്റെ ഷെയ്ഡറാണ് ഗൈസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. അത് രാവിലെ ആകുമ്പോഴത്തേക്കുള്ള ഷെയ്ഡർ എനിക്കറിയാൻ മേല, ഞാൻ നോക്കണം. ഗൈസ് ഇതന്നെ ഗൈസ്, അതുകൊണ്ട് രാവിലെ അല്ലേ നോക്കട്ടെ ഗൈസ്. എനിക്ക് രാവിലെ അല്ല എന്ന് തോന്നുന്നു. രാവിലെ ആയി ഗൈസ്. നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന കുഴിയിലായിരുന്നു. അയ്യോ ഗൈസ്, ഇപ്പം ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ചത്തിട്ടുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഈ കുഴിയിലോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അയെന്ന് പറയുന്ന സാധനമൊക്കെ കിട്ടും. അതാണ്ട് പിന്നിലാകും. നമുക്ക് എന്തായാലും ആ ഡയറക്ഷനൊക്കെ ഒന്ന് പിടിച്ച് നോക്കാം. ഇവിടെ സ്കെലട്ടൻ ചത്തിയിട്ട് അവൻ്റെ ബോയും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉപയോഗമുണ്ട് ഗൈസ്. മാക്സിമം ഞങ്ങൾ ബോയും കാര്യങ്ങളും ഒപ്പിക്കാം. പിന്നെ രാവിലെ തന്നെ നമുക്ക് ജേർണിക്ക് വേണ്ടി പോകാം. പിന്നെ ഫുഡും കാര്യങ്ങളും ഒപ്പിക്കണം. അതിനായി നിങ്ങൾ ആക്സ് എടുക്കുക. വഴി കാണുന്ന എല്ലാ മൂവ്സിനെയും നിങ്ങൾ തല്ലിക്കൊല്ലുക. അത്രേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒപ്പിക്കാൻ പറ്റും. എൻ്റെ ഫോണാണ് ലാഗ് ഓടിക്കുന്നത്. നേണ്ട കിടക്കണം. ഇങ്ങനെ ഇറച്ചിയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ അവിടെ ഒരു സ്മെൽറ്ററും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെട്ടി കിട്ടും. പിന്നെ നൈറ്റ് ആകുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ 3 ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഷീപ്പിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഷീപ്പിനെ കൊല്ലുക. ഷീപ്പിനെ കൊല്ലുമ്പോൾ നമുക്ക് കണ്ട ബോൾ കിട്ടും. കണ്ടോ, ഈ വെള്ള കളർ കാണുന്നുണ്ടോ? എല്ലാ ബോളും ഒറ്റ കളറായിരിക്കണം. അത് ഒരു നിർബന്ധ കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ കളറ് നിങ്ങൾക്ക് ഈ ബോളിനും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. അപ്പോൾ 3 പൂവ് വയ്ക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെന്തായാലും ആ ആടിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആടിനെയും കൊന്ന് നമുക്ക് 3 എണ്ണമായിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ ഒരു ബെഡും കാര്യങ്ങളും ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെയല്ലല്ലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ നിൽക്കാൻ മതി ഗൈസ്. നിങ്ങൾക്ക് കാണാമായിരിക്കും. ടെമ്പററി ബ്ലോക്കായിട്ട് ഇതിപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്ക് ഇനി ആവശ്യം വരും. പിന്നെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ 4 ഫുഡിൻ്റെ ഇതുമായിട്ടുണ്ട്. ബാക്കിയെല്ലാം എടുത്ത് നമ്മൾ അകത്ത് വെച്ചു. ഫുഡ് അത്രയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഉള്ള റെസിപ്പിയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ 3 എണ്ണം വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ പക്കത്ത് ഇങ്ങനെ 3 എണ്ണം വയ്ക്കുക. പൈസ ഒരു ബെഡും കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ബെഡും കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ഫർണസും കഴിയുന്നോട്ടെ. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നിങ്ങൾ കയ്യിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ സാധനം വെട്ടിയെടുത്തേക്കണം. നമുക്ക് നല്ലോണം ആവശ്യം വരും. ഇതിപ്പം പോയില്ലേ, പക്ഷേ എൻ്റെ ഇൻവെൻറ്ററി നോക്കുവാണെങ്കിൽ അത് കയറിയിട്ടുണ്ട്. പക്ഷേ ആ ബ്ലോക്ക് അവിടെ നിൽക്കും. എൻ്റെ ലാഗ് കണ്ടോ പോയി. ഇപ്പം നമുക്കെന്തായാലും ഈ ഒരു അക്കര കിടക്കാം. അക്കര 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 വേൽമുരുകാ ഹരോ ഹരോ. ഗൈസ് ഞാൻ വേൽമുരുകനായി ഗൈസ്. ഇവന്മാരെയൊക്കെ തല്ലിക്കൊല്ലണം ഗൈസ്. നമുക്ക് ഫുഡ് വേണം. നമുക്ക് ഫുഡ് വേണം. ഹായ്, ഒരു വെട്ടി 2 പക്ഷി ഗൈസ്. ഈ ഒരു പറയാൻ മറന്നുപോയി ഗൈസ്. ഇതിനെ കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടണേ. കിട്ടിയില്ല ഗൈസ്. ഈ ഒരു പശുവിനെ കൊന്നു കഴിഞ്ഞാൽ, അത് പശു കേട്ടോ, വൈദ്യുതി. പിന്നെ ഇവരെ നമുക്ക് കൊല്ലാം. ഇവനെയും നമുക്ക് ഇറച്ചി തരും. കണ്ടോ, 2 ഇറച്ചി എനിക്ക് കിട്ടി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടുന്നതായിരിക്കും. ആരാടാ ഇവിടെ?
ഇവിടെ സൈഡിൽ റെസിപ്പിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അൺലോക്ക് ചെയ്യണം. ഈ സാധനം കണ്ടു, ഇത് നിങ്ങൾ എവിടെ കാണുവാണെങ്കിലും എടുത്തോണം. നല്ലോണം ഉപയോഗപ്പെടുന്ന ഒരു സാധനവും കാര്യങ്ങളാണ്. വേൽമുരുക ഹരോഹര. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അല്ലേ ഈ പാട്ട് പാടുന്നു ഗൈസ്. വേൽമുരുക. ഓക്കെ, നമ്മളെന്തായാലും ആ ഒരു ഷുഗർ കെയിൻ എന്ന് പറയുന്ന സാധനം കയ്യിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ അടുത്ത നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളും. കണ്ടില്ലേ, ഇവിടെ മീനൊക്കെ ഉണ്ട്. എൻ്റെ ഉണ്ട്. പിന്നെ ഈ ഒരു വെള്ളത്തിനകത്ത് തന്നെ കുറേ പന്ന ജന്തുക്കളൊക്കെ ഉണ്ട്. ദേ കിടക്കുന്ന വെള്ളത്തിൽ വേൽമുരുക. നമ്മൾ വെറുതെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ പൊക്കത്ത് കയറാം. ഇപ്പം നമുക്ക് എന്തായാലും വില്ലേജ് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നല്ലോണം പണിയുണ്ട്. നമ്മൾ കുറേ ദൂരം ഇങ്ങനെ പോയി കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും ഈ വഴി അങ്ങ് പിടിക്കാം, നേരെ പോകാം. അത്യാവശ്യം പ്ലെയിൻസ് ആണ്. പിന്നെ നിങ്ങൾ സ്പീഡ് ഓടണമെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ബട്ടൺ കണ്ടു, ഇത് നമ്മൾ ചുമ്മാ ഞെക്കി പിടിച്ചാൽ ഈ സ്പീഡേ ഉള്ളൂ. നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഈ സ്പീഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടാൻ പറ്റും. പിന്നെ ഫുഡ് പെട്ടെന്ന് തീരും, അത് വേറെ കാര്യം. പക്ഷെ ഇതൊരു വലിയ ഗെയിമാണല്ലോ. വെരി നൈസ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ദൂരത്തേക്ക് പോകാം. ഒരു സൂര്യകാന്തി പോകുന്നുണ്ട്. സൂര്യൻ എവിടെ നിൽക്കുന്നോ അങ്ങോട്ടേ ആ പൂ നിൽക്കുള്ളൂ. എൻ്റെ ഗൈസ്, ഇവിടെ എനിക്ക് അപ്പുറത്തോട്ട് കിടക്കണമല്ലോ. ഇവിടെ ഈ സൈഡ് വഴി പോകാം. ഇതെന്നത് ഗ്ലിച്ച്. എന്തായാലും കൊള്ളാം ഗൈസ്. പമ്കിനല്ലേ ഇത് ഗൈസ്? എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുവാണെങ്കിൽ ഈ പമ്കിൻ നിൽക്കുന്നിടത്ത് തൊട്ടടുത്തായിട്ട് എവിടെയെങ്കിലും ആയിട്ട് ഈ ഒരു ഇത് കാണാൻ സാധ്യതയുണ്ട്. എന്നാ അത് കുതിര. ഇവ സാഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാവേ. എന്നാ ഞാൻ പറഞ്ഞ കാര്യം മാത്രമല്ലോ. നമ്മുടെ വില്ലേജ് കാണാൻ സാധ്യതയുണ്ട്, നമുക്ക് തപ്പി നോക്കാം. അയ്യോ, താഴോട്ട് പോകരുത് മക്കളേ. എൻ്റെ കയ്യിൽ അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ല, പാവപ്പെട്ടവനാടേ. ഗൈസ്, നമുക്കൊരു സാധനം ആവശ്യമുണ്ട് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ കളർ ഒരു പൂ ഇട്ടിട്ടുണ്ട്, നമുക്ക് എടുത്ത് കൈ വയ്ക്കാം ഗൈസ്. കേട്ടോ, ബ്ലൂ കളർ പൂ. എനിക്കിത് അത്യാവശ്യം റയറാണ് ഗൈസ്, ഈ ബ്ലൂ കളർ പൂവൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാം. അതിനുള്ള വഴി ഗൈസ്, നിങ്ങൾ അവിടെ എന്തെങ്കിലും കണ്ടോ? ഗൈസ്, അവിടെ ആ കാണുന്ന സാധനങ്ങളാണ് വില്ലേജ്. വേഗം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ചെയ്തന്നെ ഗൈസിൻ്റെ ഭക്ഷണവും കാര്യങ്ങളും തീർന്നു വരുവാണ്. നമുക്ക് ഏറ്റവും പൊക്കത്ത് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ഭക്ഷണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണവും കാര്യങ്ങളും കയറ്റാം. ഓക്കെ, ഇനി ഞാൻ സ്പീഡിലൂടെ ഇവിടെ പെട്ടെന്ന് എനിക്കവിടെ ചെല്ലണം. ഓക്കെ വി ആർ കമ്മിങ് ഗൈസ്. ഫസ്റ്റ് വീഡിയോ ഞാൻ 21 മിനിറ്റ് എങ്കിലും കാണുമായിരിക്കും. കാരണം സെക്കൻഡ് വീഡിയോ തൊട്ട് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇത്രയും നാളെ നമ്മൾ വീഡിയോ ഇട്ട് അങ്ങനെ വലിയ എഡിറ്റില്ലാതെ ഗൈസ് കൊള്ളാൻ പറ്റില്ല ഗൈസ്. ഈ ഒരു സംഭവം കൊണ്ട് ഈ ഒരു ബിൽഡിങ് ഉള്ളിടത്ത് നമുക്ക് ചെസ്റ്റ് കാണും, പെട്ടി. ആ പെട്ടിയുടെ അകത്ത് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഫർണസ് എവിടെ കാണുവാണെങ്കിലും ഞാൻ ഈ ഫർണസ് എടുത്തുകൊണ്ട് പോകും ഗൈസ്. ഫർണസ് കയറിയിട്ടുണ്ട്. നമുക്ക് തുറക്കാം ഗൈസ്. ഗൈസ്, ഗ്രീൻ കുട്ടിച്ചാത്ത. എനിക്കൊരു ഫുൾ അയൺ ആർമറിൻ്റെ സെറ്റ് വേണം. അയ്യോ ഗൈസ്, അത്ര നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത നല്ല റൂട്ടെന്ന് പറയാം. കാരണം നമുക്ക് സാഡിൽ കിട്ടി ഗൈസ്. ഇനി നമുക്ക് കുതിരേനെ ഓടിക്കാം ഗൈസ്, അതൊരു നല്ല കാര്യമാണ് ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് കുറേ മൃഗങ്ങളുണ്ട്. കണ്ട് തൻ്റെ ഗൈസ് ഒരു കുതിര. നല്ല കുതിരയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കുറച്ച് നടന്ന് നോക്കാം. ഗൈസ്, ഈ ഹേബയിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഹേബയിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹേബയിൽസ് എല്ലാം പൊട്ടിച്ചെടുക്കണം. ഹേബയിൽസ് വഴി നിങ്ങൾക്ക് ഫുഡ് കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും ഗൈസ്. ഫുഡിന് ഈ ഉള്ള മൃഗങ്ങളെ ഒന്നും കൊല്ലണ്ട. നമുക്ക് കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ഈ ഫുഡും കാര്യങ്ങളും ഈ ഹേബയിൽ വഴി കിട്ടും. ഈ ഞാനിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് ഈ ഹേബയിൽ ഇത് മാക്സിമം നിങ്ങൾ വെട്ടി എടുക്കുക. വേണ്ട ഇത് വെച്ച് നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഗൈസ്. അത് നല്ലൊരു
സംഭവം കാര്യങ്ങളുമാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ വില്ലേജസ്. ഇവന്മാരുമായിട്ട് നമുക്ക് ട്രേഡൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രേഡ് ചെയ്യടാ ഗൈസ്. ട്രേഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഫോൺ ലാഗായതുകൊണ്ട് വരാൻ ഇച്ചിരി താമസം. ഇന്ന് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോഡായിട്ടുണ്ട് ഗൈസ്. 15 പമ്മിയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. കണ്ടോ, ബ്രെഡ് കിട്ടുന്ന വഴി കണ്ടോ. ബ്രെഡ് കിട്ടണമെങ്കിൽ ഒരു എമൗണ്ട് മതി. അത് നല്ല ഓപ്ഷൻ ആട്ടോടാ. നിൻ്റെ അടുത്ത് ഞാൻ വന്ന് മേടിക്കുന്നുണ്ട്. എടേ, നീ എന്നാടി ചാടി കടിക്കുന്നത്? നിൻ്റെ കയ്യിൽ ഞങ്ങളത്. 15 ഗോൾഡിന് ഒരെണ്ണം കിട്ടും. വേണ്ട ഗൈസ്, നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല. ഓക്കെ. ഈ മച്ച ഗൈസ്, ഇവനെ എവിടെ കാണുകയാണെങ്കിൽ എനിക്കങ്ങ് ദേഷ്യം വരും ഗൈസ്. ഇവനെ എനിക്ക് ഒട്ടും ഇഷ്ടത്തില്ല. തന്നെ എനിക്കാണെങ്കിൽ ഈ ബ്ലോക്ക് വെച്ച് പൊക്കത്തോട്ട് കയറണം ഗൈസ്. അതിന് ഇതുങ്ങളൊന്നും സമ്മതിക്കുന്നില്ല എനിക്ക്. അയ്യോ, ഞാൻ കയറ്റി. കയറി 3 കട്ട കയറിയിട്ട് അണ്ണനെ ഒരു ഒറ്റടി കൊടുക്കുക ഗൈസ്. നിങ്ങളിങ്ങനെ 3 കട്ട കയറിയിട്ട് അണ്ണനിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അണ്ണൻ അടിക്കാതെ നോക്കാം. അണ്ണൻ്റെ ഒരു ഒറ്റ അടി മതി നിങ്ങളെ മരിക്കാൻ വേണ്ടി. ഭയങ്കര പവർഫുൾ അണ്ണനാണ്. ഞാൻ ഇവൻ നിൽക്കുന്നത് കണ്ടോ. ഇവൻ എന്നാത്ത നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വില്ലേജേഴ്സ് കണ്ടോ, ഇവരെ ഈ സോംബീസൊക്കെ കടിക്കും. അപ്പോൾ അങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ നിൽക്കുന്നത്. ഇവനിൽ നിന്ന് നമുക്ക് അയണും കാര്യങ്ങളും കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അയൺ എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് എന്തായാലും ഈ അയൺ എടുക്കാം. ഇവന്മാരെ ഇവിടെ ഉണ്ട്. ഇറങ്ങിപ്പോക്കോടാ മക്കളെ. ഗൈസ്, ഇത് കൊള്ളാമല്ലോ. ഇവരുടെ അമ്മ മരമാണ് ഗൈസ് ഇത്. ഈ ഒരു നാട്ടിലെ ഏറ്റവും നല്ല മരമാണെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല ഗൈസ്, നമുക്കൊരു അരമണിക്കൂർ കളിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഹേബിൾസ് ഉണ്ട് ഇവിടെ ഇപ്പുണ്ട്. ഇതോടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പേടിക്കണ്ട. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഇഷ്ടം പോലെ ഫുഡാണ് ഗൈസ്. ബ്രെഡ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഒരു ബ്രെഡ് കഴിച്ച് കഴിഞ്ഞാൽ 3 ഹെൽത്തല്ലല്ലോ, വിശക്കുന്നതിൻ്റെ മറ്റേ സാധനമില്ലേ, അതൊരു 3 എണ്ണം കയറും ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ. ഗൈസ്, നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. ഈ പ്രാവശ്യം ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ ബെഡ് ഈസ് ടു ഫാർ അവേ. കണ്ടോ, ബെഡ് ഞെക്കി നമ്മൾ ബെഡിൽ കിടന്നുറങ്ങിയോ. ബെഡ് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സാധനമൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല. അതിൻ്റെ അത് സ്കെൽട്ടൻ എന്നൊക്കെ പറയുന്നവനുണ്ട്. അവൻ മറ്റേ അമ്പൊക്കെ വെച്ച് നമ്മളെ അടിച്ചിട്ടും. ഗൈസ്, ഇറ്റ്സ് ക്യാരറ്റ്. നിങ്ങളുടെ ഒരു ലൈഫിൽ ഈ ഒരു ക്യാരറ്റ് നിങ്ങൾക്ക് നല്ലോണം ആവശ്യപ്പെടും ഗൈസ്. എനിക്ക് ഈ ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾ ഗോൾഡ് കൊടുക്കണം ഗൈസ്. എന്നാണെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് ഫുഡാണ് ഗൈസ്. നിങ്ങൾ ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ കുറേ നേരത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ബ്ലാക്ക് സ്മിത്ത് കയറി. ബൈ ദ വേ, ഇതിൻ്റെ പേര് ബ്ലാക്ക് സ്മിത്ത് എന്നാണ് കേട്ടോ, ഈ കാണുന്ന വീടിൻ്റെ പേര്. ഇവിടെ ഞാൻ കയറിയതാണോ? അതെ ഗൈസ്, ഇവിടെയാണ് ഞാൻ കയറിയത്. ഒരെണ്ണോടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഒരെണ്ണോടെ വേണം, എന്നാലേ കൊള്ളാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പന്ന വില്ലേജാണെന്ന് ഞാൻ പറയും. പന്ന വില്ലേജാണോ? അല്ല ഗൈസ്, തേന് കിടക്കുന്നു. ഒരെണ്ണം കൂടി കിട്ടി. അമ്മ, അയ്യോ ഗൈസ്. ആടിൽ മാത്രമേ എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ. കുറച്ച് മുമ്പ് കിട്ടിയതിൻ്റെ അകത്ത്. അതാണ് ഗൈസ്, ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഇത് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ മിനിമം ഒരു കുറച്ച് നേരത്തേക്കാണ് നമ്മൾ സെറ്റാക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മളൊരു ബേസും കാര്യവും സെറ്റാക്കുക. ഇവന്മാർക്കൊക്കെ വീടുണ്ടല്ലോ, നമുക്ക് വീടില്ലല്ലോ. നമ്മളൊരു വീടും കാര്യങ്ങളും സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. ഗൈസ്, 4 അയൺ, പിന്നെ മറ്റവനെ കൊന്ന അയൺ. എനിക്കിപ്പം തന്നെ വേണമെങ്കിൽ ഫുൾ ആർമർ സെറ്റാക്കാമെന്ന് തോന്നുന്നത്. ഗൈസ്, ഈ സാധനം നമുക്ക് നല്ലോണം ഉപയോഗപ്പെടുന്നതാണ് ഗൈസ്. ഇത് പിന്നെ ആപ്പിളും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇതൊക്കെ എടുത്ത് വെച്ചു. ഈ പെട്ടിയോട് പൊട്ടിച്ചെടുത്തേക്കാം. ഏതെങ്കിലും ഒരു വീട് നമ്മുടെ ആക്കണം ഇതിനകത്ത് തൽക്കാലത്തേക്ക്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ പ്രാവശ്യം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ നോക്കാം. എന്നത് നോക്കാമെന്ന് ഗൈസ്, നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. വേറൊന്നും ഞാൻ പറയുന്നില്ല. ചാർജും തീരാറായി ഫോണിൻ്റെ. ക്യാരറ്റ് അല്ലേ?
ഹായ് മച്ചാനെ, സുഖാണോ അവിടെ? ഇപ്പം എന്തായാലും നമുക്ക് നേരെ പോകാം. ഗൈസ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഞാൻ കയറിയോ? അറിയാൻ വേണ്ടി ഗൈസ് നോക്കട്ടെ. ഇതിനകത്ത് ഞാൻ കയറിയില്ലല്ലോ. ഇതെന്നാ സംഭവം? ഓ എനിക്ക് മനസ്സിലായി, ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യം വരുന്നൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തോട്ട് കയറാം. ഗൈസ് പൊക്കത്തോട്ട് കയറാമെന്ന് ഞാൻ പറഞ്ഞു. പൊക്കത്തൊരു സാധനം ഞാൻ കണ്ടു ഗൈസ്. നിങ്ങളാ കാണുന്ന മരം കണ്ടോ? ഈ മരമല്ല, അങ്ങൊരു മരം കാണുന്നതുണ്ടോ? അവിടെ അവരുടെ ലീഫ് ഒരു എന്നാ പിങ്ക് കളറ്. ഈ സംഭവം ഭയങ്കര റയറാണ് ഗൈസ്. ഇവിടെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. അവിടെ നല്ല രസമാണ് ഗൈസ് കാണാനൊക്കെ. നോക്കട്ടെ. ഓഹ് എൻ്റെ പൊന്നെ ഉണ്ടോ ഗൈസ്? നല്ല രസമില്ല ഗൈസ് കാണാൻ. അടുത്ത എപ്പിസോഡ് ഞാൻ ഉറപ്പിച്ച് ഞാൻ എവിടെയെങ്കിലും ആയിരിക്കും വീട് വയ്ക്കുന്നത്. ഇത് ഗൈസ് നല്ല രസമുണ്ടല്ലേ. നല്ല വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോക്കാം ഗൈസ്, നമ്മൾ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മരം അങ്ങ് എടുത്തേക്കാം. അങ്ങനെ ആദ്യമായിട്ടൊരു ഈ മരം കിട്ടി. ഇത് അടിപൊളി കേട്ടോ. ഇതപ്പോൾ ഇതിൻ്റെ പൊക്കത്തോട്ട് കയറി നോക്കാം. ഇതിൻ്റെ പൊക്കത്തായിട്ട് നല്ല സംഭവങ്ങളും കാര്യങ്ങളും കാണാൻ സാധ്യതയുണ്ട്. പൊക്കത്തോട്ട് കയറാൻ സമ്മതിക്കുന്നില്ല ഗൈസ് ഇവർ. ഓ ഗൈസ് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇത് എത്ര ഉള്ള ഗൈസ്? സാധാരണ ഞാനിത് മരത്തിൻ്റെയൊക്കെ പൊക്കത്തായിട്ട് കാണുന്നതാണല്ലോ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് ബേസും കാര്യങ്ങളും സെറ്റപ്പ് ആക്കാം. ഓ കൊള്ളാം ഗൈസ്. ഇതാണ്ട് ഇവിടെയൊക്കെ ഇടമുണ്ട് കണ്ടോ? ഇവിടെ ഒരു വീട് കണ്ടോ? ഇവിടെ ഒരു വീട്. ഫ്രണ്ട് ഭാഗം ഇച്ചിരി വോൾക്കാനോ സൈസാണ്. ഇതിൻ്റെ പൊക്കത്തുനിന്ന് ഞാൻ ചാടി ഇങ്ങോട്ട് വന്നാ ചെറുതായിട്ടൊന്ന് താഴെ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് നോക്കണം, എന്തുമാത്രം കൊള്ളാമെന്ന് ഈ ഒരു സംഭവം. നമുക്ക് ഇത് നല്ലൊരു വ്യൂവും കാര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊരു വീടും കാര്യങ്ങളും ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് നമ്മളിവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പൈസ കൊള്ളാം കേട്ടോ, നല്ല ലീഫ്. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബെഡ് ഇട്ടേക്കാം. ബെഡ് വേണ്ട ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, വീഴാത്തത്. ഓക്കെ ഗൈസ്, നമ്മൾ ദിസ് ടു അവേ ഗൈസ് യു ക്യാൻ ഗൈസ് നമ്മൾ റീസ്പോണും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വട്ടം ഇറങ്ങിയാൽ മതി ഗൈസ്, റീസ്പോണും ശരിയാവും. നല്ലൊരു സ്ഥലത്താണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ വന്ന് പെട്ടത്. ഓക്കെ ഗൈസ്, എൻ്റെ അടുപ്പാണ് ഗൈസ് ഇത്. അടുപ്പിൻ ലോകമേ നിൻ അരികിൽ വന്നിടും. ഓക്കെ, ഇത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എടുത്ത് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ സാധനങ്ങൾ നമുക്ക് വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ വെക്കാം. അതിവിടെ ഇരുന്നു. വേണ്ട ഗൈസ്, ഇവിടെയല്ല നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത് ദിസ് ഏരിയ. ഓക്കെ, അത്യാവശ്യം കുട്ടി ബേസായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം, നമുക്ക് ആവശ്യമില്ലാത്തത്. തൽക്കാലത്തേക്ക് ഒരു പകുതി ഹേബിൽ മതി ഗൈസ്, പിന്നെയും കുറേ നാളത്തേക്കുള്ള ഫുഡ്. ഇവിടെ 8 മതി. ഓക്കെ, നമുക്ക് പൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഫുഡ് നമുക്കിപ്പം തന്നെ ബുക്ക് ചെയ്യാനിടണം. ലെഗിൻസ് ഇപ്പം ഇടുന്നില്ല ഗൈസ്. 33 ഇതും കിട്ടിയിട്ടുണ്ട്, അത് നമുക്കെടുത്ത് വെച്ചേക്കാം. കുറച്ച് പ്ലാങ്ക്സ്, ഇത് ഗൈസ് ഈ ഒബ്സിഡിയൻ കിട്ടാൻ നല്ല പാടാണ്. പിന്നെ നമുക്കൊരു കുതിരേനെ നെയ്ച്ചെടുക്കണം, അപ്പോൾ അതിനും ഒരു പണിയുണ്ട്. ബാക്കിയെല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാം. ഡേട്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ പിന്നെ കണ്ട ലെതർ. ഈ ലെതർ വെച്ച് നമുക്ക് നല്ലോണം ഉപയോഗപ്പെടും, ലെതറും കാര്യങ്ങളും. ഇത്ര ഉള്ളല്ലോ. ഗൈസ് ഇത്രേ ഉള്ളൂ.
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഇത് ഇടാം ഗൈസ്. എന്നാ, ഒരു മരം ഇവിടെ നടാം. എവിടെ നടണം? ഇവിടെ നടാം ഗൈസ്. ഇവിടെ നട്ടിട്ട് എനിക്കൊരു വഴി ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയ ബോയില്ലേ, ബോൺ, ഈ ഒറ്റ ബോൺ എടുത്തിട്ട് ബാക്കി എല്ലാ ബോണും അതിൻ്റെ അകത്ത് വെച്ചേക്കാം. പെട്ടെന്ന് വേണമെങ്കിൽ വരട്ടെ. നമുക്ക് ഇവിടെ ഇതും വെച്ച്, ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഒന്ന് ഇതാക്കിയാൽ മതി. വളരെ, ഓ മൈ ഗോഡ്, ഓ ഗൈസ്, ഇത് പൊക്കത്ത് എന്നുകൊണ്ടാണ് ഇത് വളരായിരുന്നത്. കാര്യം ചെയ്യാം, ഇതിപ്പം പൊക്കത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ വയ്ക്കാം. അവിടെ വെച്ചിട്ട് ഒരു ബോയിൽ എടുക്കാം ഗൈസ്. ബോയിലല്ലോ, ബോൺ വീൽ ഗൈസ്. ബോൺ വീലും കാര്യങ്ങളും നമുക്ക് നല്ലോണം ആവശ്യം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാൻ. ഇപ്പം എൻ്റെ ഒറ്റ ഇതുള്ളൂ ഗൈസ്, ബോൺ വീല് മിച്ചം ഗൈസ്. ഇവിടെയെങ്കിലും വളർന്നാൽ മതിയായിരുന്നു. 1 2 3 വന്ന് ഗൈസ്, വന്ന് ഗൈസ്. കുഴപ്പമില്ലല്ലേ, കൊള്ളാം. ഇവിടെ എല്ലാം ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മരം റിയലിസ്റ്റിക് ആക്കാം. നമ്മൾ കുറച്ചധികം ഇതും കാര്യങ്ങളും ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ അടിപൊളിയല്ലേ, നല്ല സ്ഥലം. ഇവിടെ നിന്നൊക്കെ വ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തട്ടിക്കൂട്ട് പീസായിട്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുഡും കാര്യങ്ങളും വെക്കാം ഗൈസ്. ഇതിൻ്റെ അകത്ത് ഈ കോളിങ്ങനെ വെക്കാം. കുറച്ച് കോള് എൻ്റെ കയ്യിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ബാക്കി കോളും വെച്ച് ഇവിടെ ഇതും വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുറച്ച് സംഭവങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അൺലിമിറ്റഡ് ഫുഡെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും കൂടെ സെറ്റാക്കാം. ഗൈസ്, നമ്മൾ വേണ്ട ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടണം കേട്ടോ. ആ ഒരു വീറ്റ് നമുക്ക് കിട്ടും ഗൈസ്. ഇതിൻ്റെ പേര് വീറ്റ് എന്നാണ്. ഈ വീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അവിടെ വന്നിട്ട് ഈ വീറ്റ് ഒന്നെടുത്ത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഒന്നെടുത്ത് ഇങ്ങനെ വയ്ക്കുക, ഒന്നെടുത്ത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഒന്നെടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇനിയും ഇത് ഇങ്ങോട്ട് കയറ്റുക, എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, കുറച്ചെടുത്ത് ഇങ്ങോട്ടും വയ്ക്കുക. കുറവുള്ളതിലേക്ക് ഇതോടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും ഫുഡും കാര്യങ്ങളും മാക്സിമം ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, നമുക്ക് ഫുഡും കാര്യങ്ങളും മാക്സിമം ഗൈസ്. നമ്മൾ കേട്ടോ, ബ്രെഡാണ് ഗൈസ്, ബ്രെഡ് ഗൈസ്. 24 ബ്രെഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി വിശപ്പാണെങ്കിൽ നിങ്ങളിപ്പം സൗണ്ട് ബാർ കയറുന്നാണ്ട് വേണം കേട്ടോ ഗൈസ്. 3 എണ്ണമൊക്കെ വെച്ചാണ് കയറുന്നത്. പെട്ടെന്ന് കയറും. 2 എണ്ണം കഴിച്ച ഉള്ളൊരു വയറ് നിറഞ്ഞു. മറ്റേയൊക്കെ നല്ലോണം ടൈം എടുക്കും. പിന്നെ അത് നമ്മൾ വെക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു കുറച്ചെണ്ണത്തിൽ ഇത്രയും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ. എന്നിട്ട് ആ സൺലൈറ്റ് കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ? യാ ഗൈസ്, നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. യാ ഗൈസ്, നമ്മൾ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ടും കാര്യം എടുത്തിട്ടുണ്ട്. ഇതായിരിക്കും തംബ്നെയിലും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡാറ്റ അവസാനം വരെ വീഡിയോ ഇരുന്ന് കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് അടിച്ചിട്ട് പോകണം, ചെറിയ സഹായം ചെയ്യണം, എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുള്ളൂ. പിന്നെ കമൻറ്റ് ഇടാനും മറക്കരുത്.